അതോടെ നിന്റെ പ്രശ്നം തീരുമായിരിക്കും. പക്ഷെ എന്റെ ഇഷ്യൂ അതല്ലല്ലോ. നിന്റെ എന്ത് ഇഷ്യൂ? ആ സാംകുട്ടിയുടെ തല തല്ലിപ്പൊളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാ അവന്റെ വായിന്ന് വീണത് ഇങ്ങനെ ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ആരോടും. പറഞ്ഞ പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, നാണക്കേടായി, നാശം. എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? കണ്ടോമാരുടെ മുന്നിൽ ചെന്ന് കുണുങ്ങി നിന്നു കൊടുത്തപ്പോ ആലോചിക്കണമായിരുന്നു. അപ്പോ നീ വെറുതെ ആവശ്യമില്ലാത്ത പറയല്ലേ. അരുൺ എന്നെ പ്രപ്പോസ് ചെയ്ത് എന്റെ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ട സമയമല്ലത്. ഓ, അരുൺ പാക്കറിനെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയല്ലേ? നിന്റെ ആരടി അവൻ? എന്റെ ആരുമല്ല, ആരോട്ടാവും വേണ്ട. ശരി, സമ്മതിച്ചു. തെറ്റെന്റെ ഭാഗത്താ. ഞാനത് വീട്ടില് പ്രസന്റ് ചെയ്തോളാം. എന്നെ ഇൻസൾട്ട് ചെയ്ത എന്റെ ദേഷ്യത്തില് നീ സാംകുട്ടിയെ ഉപദ്രവിച്ചു പോരെ? നീ വാ, നമുക്ക് റൂം വെക്കേറ്റ് ചെയ്ത് വീട്ടിൽ പോവാം. നീ എങ്ങും പോകുന്നില്ല. അപ്പോ നീ വെറുതെ ഓവറാക്കല്ലേ. ഇതുവരെ ഞാൻ നിന്റെ കൂടെ നിന്നു. പക്ഷെ ഇപ്പൊ നീ ഈ ചെയ്യുന്ന കടുങ്കയ്യാ. നമ്മളെ ഇതുവരെ കാണാഞ്ഞിട്ട് എല്ലാവരും ആകെ വിഷമിച്ചിരിക്കാവും. നീ വാ പ്ലീസ്. അപ്പോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? വീട്ടുകാരെ ഓർത്ത് നിനക്ക് അത്രയ്ക്ക് ഒരുക്കുന്നുണ്ടെങ്കി നീ പോയിക്കോ. ആ, ഞാൻ പോവും. എനിക്ക് പോണം. പോണോ നിനക്ക്? പോണോന്ന്? പോയിക്കോ, ഇറങ്ങി പോയിക്കോ. ചെന്ന എല്ലാവരോടും എല്ലാം നീ അങ്ങ് വിശദീകരിച്ചു കൊടുക്ക്. അപ്പൊ ഞാൻ ഗെറ്റ് ലോസ്റ്റ് യു. നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. വന്നില്ലെങ്കിൽ ഈ റൂമിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നിനക്കും അറിയാം. അപ്പൂനെ തനിച്ചാക്കി അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ കഴിയുമോ നിനക്ക്? അപ്പോ എന്താ നീ ഇങ്ങനെ? എന്താ നിന്റെ പ്രോബ്ലം? ഞാൻ ഏതായാലും നമ്മൾ ഇവിടെ ഉണ്ടെന്ന് വിളിച്ചു പറയാൻ പോവാം. നോക്ക്, 137 മിസ് കോൾ അലേർട്ട് ഉണ്ട്. നമ്മുടെ വീട്ടുകാര് നമ്മൾ അന്വേഷിച്ച് എന്തോരം സങ്കടപ്പെടുന്നുണ്ടാവും. അതെന്താ നീ മനസ്സിലാക്കാത്ത? അവരുടെ സങ്കടങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നീ എന്നോട് ചോദിച്ചു എന്താ ഞാൻ ഇങ്ങനെയെന്ന്, എന്താ എൻ്റെ പ്രശ്നമെന്ന്. യെസ്, ഐ ഹാവ് എ പ്രോബ്ലം. ഇതുവരെ നിന്നോട് പോലും ഷെയർ ചെയ്യാത്ത ഒരു പ്രശ്നത്തിലാണ് ഞാൻ. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മാത്രം ജനിച്ച രണ്ടുപേർ. ആ അർത്ഥത്തിൽ ജനിച്ചപ്പോൾ മുതലേ കൂട്ടുകാരായവരാ നമ്മൾ മാത്രമല്ല, നമ്മുടെ വീട്ടുകാരും. പരസ്പരം അങ്കിളും ആൻറ്റി എന്ന് വിളിക്കുമെങ്കിലും
പേരൻസിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ലക്കിയാ. 2 അച്ഛന്മാരും 2 അമ്മമാരും, അടുത്തടുത്ത് വീടുകൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം, ഒരേ മുറിയിൽ ഉറക്കം, കിൻഡർഗാർട്ടൻ മുതൽ ഇവിടം വരെ ഒരേ ക്ലാസ്സിൽ, ഒരേ ബെഞ്ചിൽ, അങ്ങനെ ഊണിലും ഉറക്കത്തിലും പിരിയാത്തൊരു സൗഹൃദം. ഇൻ ഓൾ സെൻസ്. അപ്പോ കം ടു ദ പോയിന്റ്. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാ. വാട്ട്സ് യുവർ റിയൽ പ്രോബ്ലം? അത് പറ. നമ്മളെപ്പോലെ തിക് ഫ്രണ്ട്സായ 2 പെൺകുട്ടികൾ. അവരുടെ ഫ്രണ്ട്ഷിപ്പിലും ജീവിതത്തിലും മറ്റുള്ളവർക്ക് സംശയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ടും നമ്മളെക്കുറിച്ച് ക്യാമ്പസിൽ അങ്ങനെ ഒരു കഥ പരക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ നീ വല്ലാതെ ഭയന്നു അല്ലേ? ഇനി ആ 2 പെൺകുട്ടികളിൽ ഒരാൾ ആണാണെങ്കിലോ? അല്ലെങ്കിൽ അവൾക്ക് ആണിന്റെ മനസ്സും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലോ? അപ്പോ വാട്ട് യു മീൻ? എന്തൊക്കെയാ നീ പറയുന്നേ? സത്യം. ഇത്രയും നാൾ നിന്നിൽ നിന്ന് പോലും മറച്ചുവെച്ച് ഞാൻ ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ടു നടന്ന സത്യം. അപ്പോ എന്ന ഞാൻ ട്രാൻസ്ജെൻഡർ ഇൻഡിക്കേഷൻസ് ഉള്ളൊരു വ്യക്തിയാണ്. പെണ്ണായി പിറന്നിട്ടും ആണായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരാൾ. എ ട്രാൻസ്മാൻ. അതേ മാളു, ഞാൻ പറഞ്ഞത് സത്യമാണ്. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നെങ്കിൽ നിന്റെ ഈ കോമഡി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തേനെ. പക്ഷെ ഇപ്പൊ അതിനുള്ള മൂഡിലല്ല. തമാശ മതിയാക്കപ്പോ. തമാശയല്ല ഇത്, എന്റെ ലൈഫാണ്. നീ എന്നൊന്ന് വിശ്വസിക്ക. കുഞ്ഞുനാളിൽ നമ്മളെ കിഡ് ഷോപ്പിലേക്ക് കൊണ്ടുവന്നത് നീ ഓർക്കുന്നില്ലേ? നീ എപ്പോഴും ബാർബി ഗേളിനെയും മറ്റു സുന്ദരി പാവകളെയൊക്കെ സ്വന്തമാക്കി. ഞാൻ വിമാനങ്ങളുടെയും കാറുകളുടെയും JCBയുടെ ഒക്കെ ലോകത്തായിരുന്നു. അതുപോലെ ഡ്രസ്സുകളുടെ കാര്യത്തിലും നമുക്ക് 2 ഇഷ്ടങ്ങളായിരുന്നു. പട്ടുപാവാടകളിലും ഫ്രോക്കുകളിലും ഒക്കെ നീ സന്തോഷം കണ്ടെത്തുമ്പോൾ ആൺകുട്ടികളെ പോലെ ട്രൗസറും ജീൻസും ഷർട്ടും ഒക്കെ ആയിരുന്നു എനിക്കിഷ്ടം. നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും എനിക്ക് അത്തരം ഇഷ്ടങ്ങൾ കൂടി വന്നിട്ടേ ഉള്ളൂ. സ്കൂളിൽ ഷർട്ടും സ്കേർട്ടും ആയിരുന്നു നമ്മുടെ യൂണിഫോം. ഷർട്ടിൻ്റെ കൂടെ ബോയ്സിനെ പോലെ ട്രൗസർ ഇട്ട് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നിനക്ക് ഓർമ്മയില്ലേ? 8th സ്റ്റാൻഡേർഡിൽ ജോഷി കുര്യന്റെ ബാഗിൽ നിന്ന് അവന്റെ സ്പോർട്സ് ട്രൗസർ ഞാൻ മോഷ്ടിച്ചത്. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഇട്ടു നോക്കിയപ്പോ അമ്മയോ ആന്റിയോ അറിഞ്ഞ പ്രശ്നമാവോന്ന് പേടിച്ച് നീ അത് ഞാൻ പോലും അറിയാതെ ഡ്രെയിനേജ് കൊണ്ട് കളഞ്ഞത്. അതിന്റെ പേരിൽ ഞാൻ നിന്നോട് 2 ദിവസം പിണങ്ങി നടന്നത്. അതൊന്നും പ്രായത്തിന്റെ അവിവേകത്തിൽ ചെയ്തു പോയ തമാശകളായിരുന്നില്ല, എന്റെ മനസ്സായിരുന്നു. അപൂർവ എന്ന പേര് ചുരുക്കി എല്ലാവരും എന്നെ അപ്പൂന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. അങ്ങനെയെങ്കിലും ഒരാണിന്റെ പേര് കിട്ടിയതിൽ രഹസ്യമായിട്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അപ്പോ ഒക്കെ നിന്റെ വെറും തോന്നല? അങ്ങനെ ഒന്നുമില്ല. ശരിയാണ്, ഒക്കെ എന്റെ വെറും തോന്നലുകളാണെന്ന് ഞാനും വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്റെ മനസ്സ് അതല്ല യാഥാർത്ഥ്യമെന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. നീ അറിയാതെ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചും അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സിറ്റുവേഷനെ കുറിച്ചുമൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. കുഞ്ഞുനാളിൽ കളിപ്പാട്ടങ്ങളോട് തോന്നിയ കൗതുകം മുതൽ ഡ്രസ്സിന്റെയും ഹെയർ കട്ടിന്റെയും ശരീരഭാഷയുടെയും ഒക്കെ കാര്യത്തിൽ എന്റെ രീതികൾ ഒരു ട്രാൻസ്മെന്റ് ജീവിതവുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു. എല്ലാ മാസവും ഞാനൊരു പെണ്ണാണെന്ന് അടയാളപ്പെടുത്താൻ കടന്നു വരുന്ന 5-6 ദിവസങ്ങൾ, ആ ദിവസങ്ങളെ എനിക്കെന്ത് പേടിയാണെന്നോ അറപ്പും വെറുപ്പുമാണെന്നോ. ആ ദിവസങ്ങളിൽ ഞാൻ നിന്നോടും മറ്റുള്ളവരോടും കാരണമില്ലാതെ വഴക്കിടും. ഇന്നും ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടതിന്റെ പേരിൽ കൂടെ പഠിക്കുന്ന ഒരുത്തിന്റെ തലയടിച്ച് പൊട്ടിച്ചതും എനിക്ക് എന്നോട് തന്നെയുള്ള ദേഷ്യം തീർക്കലായിരുന്നു. പെണ്ണാണ് നീയെന്ന് ശരീരം ഓർമ്മിപ്പിക്കുമ്പോഴും ആണായി ജീവിക്കാൻ എന്റെ മനസ്സ് എന്നോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക മാളു. സത്യമാണ് മാളു, ആണിന്റെ മനസ്സും ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇനിയെങ്കിലും ഒരാണായി ജീവിക്കണം. അതിനെന്നെ ഒന്ന് സഹായിക്കുമാളൂ. നിനക്ക് മാത്രമേ അതിന് കഴിയൂ. അപ്പോ
നിന്നോട് പറയാതെ ഇത്രയും നാൾ ഞാനിത് മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു. എല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് ആശ്വാസമായിരുന്നോ. ഇല്ല, ഒരു വിവരം കിട്ടിയില്ല. അതെ, അൺഒഫീഷ്യലായിട്ടാണ്. ഉണ്ട്, വി പി ഇവിടെ ഉണ്ട്. ശരിയെന്നാ. വിനോദ, അമ്മ പോയി കിടന്നോളൂ. ഉറക്കം ഒളച്ചിട്ട് ഈ തലവേദന. അങ്ങനെ അങ്ങ് ഉറങ്ങാൻ പറ്റുമോ? ചെന്ന് കിടന്ന ഉറക്കം വരണ്ടേ? എന്റെ നാരായണസ്വാമി, പിള്ളേർക്ക് ഒരു കുഴപ്പവും വരാതെ ഇങ്ങ് കൊണ്ടു തന്നേക്കണേ. അമ്മയൊന്ന് സമാധാനപ്പെട്. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷിച്ചിട്ട് എന്തായി? ശിവൻ പോയിട്ട് കുറെ നേരം ആയല്ലോ. പോലീസിന് ഇതുവരെയും വിവരമൊന്നും കിട്ടിക്കാണില്ല. ഹലോ ശിവേട്ടാ. ആ മുരളി, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ ശിവേട്ടാ? ആറ്റിങ്ങൽ ടവർ ലൊക്കേഷൻ പരിധിയിൽ വെച്ച് മാളുവിൻ്റെ മൊബൈൽ കുറച്ച് സമയത്തേക്ക് ഓൺ ആയിട്ടുണ്ട്. എന്നിട്ട് മൊബൈൽ വീണ്ടും സ്വിച്ച് ഓഫ് ആണ്. അവർ സിറ്റിയുടെ ഔട്ടറിൽ എവിടെയോ ഹോൾട്ട് ചെയ്യാനാണ് സാധ്യത. ഞാൻ അങ്ങോട്ട് പോവാം. ശിവേട്ടാ, അവരിനി ദൂരേക്കെങ്ങാനും? ഏയ് നോ, അതിനുള്ള എല്ലാ സാധ്യതകളും പോലീസ് അടച്ചു കഴിഞ്ഞു. പിള്ളേർ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനാണ് സാധ്യത. എല്ലാ ഹോട്ടലുകളും ഹോം സ്റ്റേയും ഹോസ്റ്റലും അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശിവേട്ടാ, ഞാനങ്ങോട്ട് വരാം. അതിൻ്റെ ആവശ്യമില്ല, ഞാനുണ്ടല്ലോ. എന്തെങ്കിലും അറിഞ്ഞാൽ ഉടനെ വിളിക്കാം. ഓക്കെ? ശരി ശിവേട്ടാ. ശിവേട്ടൻ എന്താ പറഞ്ഞത്? മാളുവിന്റെ മൊബൈൽ ആറ്റിങ്ങിൽ എവിടെ വെച്ച് ട്രേസ് ചെയ്തിട്ടുണ്ടെന്ന്. രണ്ടുപേരും അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനാ സാധ്യതയെന്ന്. ഈശ്വര, അപ്പൊ പുറപ്പെട്ടു പോകാനുള്ള പരിപാടി തന്നെയായിരുന്നു. പെങ്കൊച്ചുങ്ങൾ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യുക? വി പി, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? മുരളി ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. ആ ശിവന്റെ നമ്പർ എനിക്കത് ഫോർവേഡ് ചെയ്തേക്കും. എന്നാ ഞാനും കൂടി അങ്ങോട്ട് വരാം. വേണ്ട അമ്മി മാമ, ഞാൻ തനിച്ച് പോയിക്കോളാം. നമ്മളെല്ലാവരും കൂടി കണ്ടാൽ കുട്ടികൾക്ക് അത് പ്രശ്നമാവും. വി പി, നമ്പർ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടേ. ഈ പിള്ളേർ കാട്ടിക്കൂട്ടുന്ന ഒരു പൊല്ലാപ്പ്. മനുഷ്യനെ തീതിറ്റിക്കാനായിട്ട് ഓരോരോ ജന്മങ്ങള്. അമ്മ അങ്ങനെയൊക്കെ പറയും. അത് കേട്ട് ചേച്ചി വിഷമിക്കല്ലേ. അമ്മയുടെ സ്വഭാവം അറിയാലോ. എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക്? എന്തിന്? ഇത്രയും നാൾ ഇതൊന്നും നിന്നോട് പറയാതിരുന്നതിൽ. എല്ലാം നിന്നോട് തുറന്നു പറയണമെന്ന് പലവട്ടം ഉറപ്പിച്ചതാ മനസ്സിൽ. പക്ഷെ നീ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഇന്നിങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിലും ഞാനിതൊക്കെ നിന്നോട് പറയുമായിരുന്നു. ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും. എല്ലാം തനിച്ചിങ്ങനെ കൊണ്ടു നടന്നു. ഞാൻ അത്രയ്ക്ക് പ്രഷറിലായിരുന്നു. അപ്പോ ഒന്നുമില്ല, നിനക്ക് അങ്ങനെ ഒന്നുമില്ല. നീ അപൂർവയാ, ഞങ്ങളുടെയൊക്കെ അപ്പുവാ. അല്ലാതെ നീ ഇപ്പൊ പറഞ്ഞതുപോലെ അങ്ങനെയൊന്നും ആവാൻ നിനക്ക് പറ്റില്ല അപ്പു. പക്ഷെ എന്റെ മനസ്സ് പറയുന്നിടത്ത് നിൽക്കാനാ മാളു ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ എന്റെ പ്രശ്നമെന്ന് നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
നിന്നോട് മാത്രം. എന്റെ അറിവും സമ്മതവും ഇല്ലാതെ മറ്റാരോടും നീ ഇത് ഷെയർ ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ പിന്നെ അപ്പം ഉണ്ടാവില്ല. പ്രോമിസ് ചെയ്യ. എന്നോട് സത്യം ചെയ്യ. പറയില്ല, ആരോടും പറയില്ല. ഉറക്കമായിരുന്നു രണ്ടുപേരും. ഇങ്ങോട്ട് ഇറങ്ങി വന്ന്. എന്തോന്നാ രണ്ടുപേരുടെ ഉദ്ദേശം? എല്ലാരും ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വാ, രണ്ടുപേരും പോയി ബാഗൊക്കെ എടുത്തോണ്ടൊന്ന് വണ്ടി കയറും. അങ്കിൾ വീട്ടിൽ കൊണ്ടാക്കാം. ആ, പറഞ്ഞു കേട്ടില്ലേ? വേഗം വാ. വാ, നമുക്ക് പോവാം. ഞങ്ങൾ വരുന്നില്ല. എങ്ങനെ? ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാണെന്ന്. എന്തിന്? അതിപ്പോ പോലീസിനെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഗ്രോണപ്പ് സിറ്റിസൺ ആണ്. ഇഷ്ടമുള്ളിടത്ത് യാത്ര ചെയ്യാനും തങ്ങാനുമുള്ള സ്വാതന്ത്ര്യം നിയമപരമായി ഞങ്ങൾക്കുണ്ട്. മക്കളെ, അങ്കിൾ ഒരു പോലീസ് ഓഫീസറായിട്ടല്ല നിങ്ങളോട് സംസാരിച്ചത്. വകുപ്പ് നിയമമൊക്കെ പറഞ്ഞ് ഉടക്കാൻ നിന്നാ എനിക്കും അതൊക്കെ അങ്ങോട്ടും പറയേണ്ടി വരും. പിന്നതേ ഇവർക്ക് ഇടപെടേണ്ടി വരും. പിന്നെ കേസായി, കോടതിയായി, ആകെ നാണക്കേടാവും. ഇതുവരെ സംഭവിച്ച ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ട് അറിയാനും പോകുന്നില്ല. അതുകൊണ്ട് പറയുന്നത് അനുസരിക്കുന്നതാണ് രണ്ടാൾക്കും നല്ലത്. ദേ, നിങ്ങളെ കൊണ്ടുപോകാൻ ആളെത്തിയിട്ടുണ്ട്. അങ്കിൾ, ഏയ് പോട്ടെ മോളെ, പേടിച്ചു പോയ രണ്ടാളും. രണ്ടുപേരും ശരിക്കൊന്ന് വരട്ടിയേക്കാൻ ഞാൻ അങ്കിളിനോട് പറഞ്ഞത്. ഞങ്ങളെ പേടിപ്പിച്ചതിനൊരു പനിഷ്മെന്റ് വേണമല്ലോ. കമ്മപ്പൂ എടുക്കാനുള്ളവരെടുത്തോ, വേഗം വാ. എല്ലാവരും അവിടെ വിഷമിച്ചിരിക്കുക. ഞങ്ങള് എന്റെ വണ്ടി വന്നോളാം. ആ, അത് വേണ്ട. വണ്ടി ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ഇപ്പൊ രണ്ടുപേരും അച്ഛൻ്റെ കൂടെ പോയാൽ മതി. അത് മതി മോളെ. ഈ മൂഡിൽ നീ വണ്ടി എടുക്കണ്ട. അങ്കിൾ അതിനുള്ള ഏർപ്പാട് ചെയ്തോളും. ആ മാളു, ചെല്ലു മോളെ. ആ കീങ് എടുത്തേക്ക്. എടുക്ക്. ആ, താങ്ക് യു ശിവ. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. മുരളിയോട് ഞാൻ നാളെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞേക്ക്. ഓ, ഇറങ്ങുന്നൊക്കെ കൊള്ളാം. ഈ കേസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. ശരി, വാ.